ഹലോ, എല്ലാവർക്കും ഡീസ് കിച്ചന്റെ ഒരു സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഡീസ് കിച്ചനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇനി ആ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിഷിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനകത്ത് ലൈം ലീവ്സ് ഒക്കെ ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊരു ഡിഫറെന്റ് ഫ്ലേവർ ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളോടൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇപ്പം പുതിയ സ്റ്റഡി അനുസരിച്ച് നമ്മൾ റോ പോൾട്രി, അതായത് ചിക്കൻ അല്ലെങ്കിൽ എന്ത് ബേർഡ്സ് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് വാഷ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ മൾട്ടിപ്പിൾ ആവും. അത് ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സിലേക്കെല്ലാം അത് കണ്ടാമിനേറ്റ് ആവും. അത് നമുക്ക് ഫുഡ് പോയ്സണിലേക്ക് വഴി തുറക്കും. ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, പുറത്തുള്ള ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇപ്പോൾ ഓൾറെഡി എല്ലാ സൂപ്പർ മാർക്കറ്റിലും ചിക്കൻ്റെ പാക്കറ്റിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വാഷ് ചെയ്യാൻ പാടില്ല, ഡു നോട്ട് വാഷ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഡിഷിലേക്ക് പോവാം. സീ യു ദേർ. നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, അതുപോലെ തന്നെ കുരുമുളക്, ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഒരു പാനിലേക്ക്, ഒരു പോട്ടിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തണുപ്പുള്ളതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. പക്ഷേ അതൊരു പാനിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ചൂടാക്കുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. ഓക്കെ, ഈ കോക്കനട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു 1.5 കിലോ ചിക്കനുണ്ട്. ഈ ചിക്കനകത്തേക്ക് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കറിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഈ ചിക്കൻ്റെ അകത്തേക്ക് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കോക്കനട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്. അതുകൂടാതെ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുപ്പാണ്. അതില്ലെങ്കിൽ സാധാരണ ഉപ്പായാലും കുഴപ്പമില്ല, ഇതാണ് ഇച്ചിരി ടേസ്റ്റ് കിട്ടും. കുറച്ച് കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ ഉണക്കമുളക്, ഇതെല്ലാം കൂടെ ഇടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഹോള് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കൊറിയാണ്ടർ സീഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ടിട്ടാണ്. ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഡിഷാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡിഷാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എക്സ്പെഷ്യലി ഇങ്ങനെ ലേസി ആയിട്ടുള്ള ഒരു സൺഡേ നമുക്ക് ഇരിക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത്, ഇതൊരു വലിയൊരു ഒനിയൻ, 1-2 ഒനിയൻ സ്ലൈസ് ചെയ്ത് വയ്ക്കുക, അല്ലെ ചോപ്പ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അധികം വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കൊറിയാണ്ടറാണ്, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, അതും ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞു. ഇതിനകത്ത് നല്ല സ്മെല്ലായി പോയിരുന്നത്. നല്ല മിക്സ് ചെയ്തപ്പോൾ തന്നെ സ്പൈസസിൻ്റെയും ഗരം മസാലയുടെ
എല്ലാത്തിൻ്റെ ഒനിയൻ്റെ ഒക്കെ ആ സ്മെല്ല് നന്നായിട്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് സൈഡിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മാരിനേറ്റ് ആകാനായിട്ട് വെക്കാം. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഒനിയൻ വരട്ടുന്നതിനും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വരട്ടുന്നതിനൊക്കെ ഉള്ള സമയം നമുക്ക് ഇതിന് സേവ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് ഇരിക്കുകയാണ്. ഇനി നമുക്കിത് പാനിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇടാം. ഓക്കെ, ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആ കോക്കനട്ട് ഓയിലിലേക്ക് കടുക് പൊട്ടുമ്പോഴുള്ള സ്മെല്ലല്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് സീലായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമ്മറിലിടുക. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു ലിഡ് വെച്ച് അങ്ങ് അടച്ചു വയ്ക്കുക ഒരു 15 മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് നാരങ്ങയുടെ ഇല കുറച്ച് ഒരു 3-4 പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു വേറൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഫ്രഷ് നാട്ടിലേക്കാണെങ്കിൽ ഫ്രഷ് കിട്ടും. ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഇടാം. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ട്രൈ ആയിട്ട് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അത് ഒരു 3-4 പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും മൂടി വയ്ക്കാം. ഓക്കെ, ചിക്കൻ കറി 20 മിനിറ്റ്സോളം കുക്കായി, 20 മിനിറ്റോളം കുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നാച്ചുറൽ ജ്യൂസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറി റെഡിയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ടില്ല. അതുകൂടാതെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ കറി കിട്ടും. ടൊമാറ്റോ ആവശ്യമില്ല ഈ കറിക്ക്. തൈര് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഇനി ഇത് നിങ്ങൾക്ക് ചാറ് വേണം, കൂടുതൽ വേണമെന്ന് ഉണ്ടെങ്കിൽ, ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാനിതിനകത്ത് ഇപ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ആ ചിക്കൻ്റെ ജ്യൂസാണ് ഇതിനകത്തുള്ളതെല്ലാം. ഓക്കെ, നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂട് ചോറുണ്ട്, ബസ്മതി റൈസാണ്. അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കറി എടുക്കാം. സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി കുറച്ച് അതിൻ്റെ കൂടെ എടുക്കുക. കുറച്ച് ഗ്രേവി. നമ്മളിത് കഴിക്കുമ്പോൾ ചിക്കൻ കറി മാത്രം പോരല്ലോ, കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. സൈഡിൽ കുറച്ച് നാരങ്ങ അച്ചാറ്, ചിക്കൻ കറി കൈകൊണ്ട്. ആഹാ, ആ കറി ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നാരങ്ങ അച്ചാറും തേങ്ങാക്കൊത്ത്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. സിമ്പിൾ, വേറെ ഒന്നും പാടില്ല. റൈസ്, ചിക്കൻ കറി, കുറച്ച് നാരങ്ങ അച്ചാർ. കണ്ടോ, ആ ചോറിനകത്തേക്ക് കുറച്ച് ചിക്കൻ്റെ പീസ് വെച്ചിട്ട് ഇച്ചിരി നാരങ്ങ അച്ചാറും വേണം. വാവ്, അടിപൊളി.